ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് കണ്ടോ? എനിക്കും കിട്ടി നല്ല സൂപ്പർ ടൈഗർ റോസ്. ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതാരെന്നറിയാവോ? ഇവരെ പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന കണ്ടോണ്ട് ഞാനിത് മീന മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. ശരിക്കും പറഞ്ഞാലേ ഞാൻ മീനയില് പെർലൈറ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു കേട്ടോ. ഒക്ടോബർ കഴിഞ്ഞ് നവംബർ തുടങ്ങിയില്ലേ, ഈ സമയത്താണ് ഇവിടെ ഞങ്ങൾ അബുദാബിയില് ഈ വിത്തുകളൊക്കെ ഒന്ന് പാകി ചെടികളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത്, കാരണം നല്ല കാലാവസ്ഥ വരുന്ന ഇപ്പോഴാണ് കേട്ടോ. ഈ ഒക്ടോബർ ഒരു പകുതി വരെ സഹിച്ചുകൂടാത്ത ചൂടാണ്. അത് കഴിഞ്ഞ് പതുക്കെ തണുപ്പ് വന്ന് ഇപ്പൊ ഇത് നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പോഴാണ് ഈ റോസയ്ക്കും എല്ലാ ചെടികൾക്കും ഇനിയിപ്പം ഇവരൊക്കെ മിടുക്കരായിട്ട് അങ്ങ് വന്നോളും കേട്ടോ. എന്റെ റോസുകൾക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, അവിടെ ഈ മേൽമണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളമുണ്ട്. അതായത് അടുക്കളയിലെ ഈ കിച്ചണിലെ വെജിറ്റബിൾസിന്റെ വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് ഞാനൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കും. ആ കമ്പോസ്റ്റ് വളം ഈ മുകളില് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഈ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി അല്ലി ചാലിച്ച് നമുക്ക് ഇച്ചിരി വെള്ളത്തിൽ ഒഴിച്ച് അവിടെ വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേയില് 1 ലിറ്റർ 2 അല്ലി ഉണ്ടെങ്കിൽ അത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്യാം. ഇത് ശരിക്കും അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെച്ചേക്കുന്നതാണ്. അവരെ നന്നായിട്ട് ഇലയിലും ഈ സ്റ്റെമ്മിലും ചൂട്ടിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന വളം ഞാൻ ഇട്ടേക്കുന്ന കമ്പോസ്റ്റ് ആണ്. 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഉണക്കി പൊടിച്ച ടീ ലീവ്സും ഉണക്കി പൊടിച്ച മുട്ടത്തോടും അവർ ഒന്നിച്ച് മിക്സ് ചെയ്താണ് ഞാൻ പൊടിക്കുന്നത്. ഇവരെ 1 സ്പൂൺ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടോ ഈ റോസകളെയൊക്കെ ഞാൻ പരിപാലിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഒരേ ചെടിയിൽ തന്നെ നല്ല സൂപ്പർ 2 കളറുകളെ ബഡ്ഡി ചെയ്തേക്കുന്നതാണ്. ഇതിലേത് കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. സൂപ്പർ ആയിരിക്കുന്നില്ലേ? പിന്നെ നവംബർ മാസം ആയില്ലേ, ഇനി ഒരു ഏപ്രിൽ പകുതി വരെ ചെടികൾക്കെല്ലാം പറ്റിയ ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് ഇവിടെ കേട്ടോ. അതുകൊണ്ട് കൂടുതൽ ചെടികളും കൂടുതൽ പൂക്കളും കൂടുതൽ ചെടികളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കേ.